നമസ്കാരം. എമ്പുരാന്റെ വിശേഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു അപ്ഡേറ്റ് പോലും ലഭിക്കുന്നില്ല എന്നുള്ള ആരാധകരുടെ വിഷമത്തിന്റെ അടിസ്ഥാനത്തിൽ പൃഥ്വിരാജ് അർദ്ധരാത്രി ഏകദേശം ഒരു 1:30 മണിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. ആരും പ്രതീക്ഷിക്കുന്നില്ല, എല്ലാവരും ഉറക്കുകയാണ്. ആ സമയത്ത് പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇടുകയാണ്. അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ദ ഗ്രേറ്റസ്റ്റ് ട്രിക്ക് ദ ഡെവിൾ എവർ പുൾഡ് വാസ് കൺവിൻസിങ് ദ വേൾഡ് ഹി ഡസൻറ്റ് എക്സിസ്റ്റ് എന്നുള്ളതാണ് ആ ക്യാപ്ഷൻ. അതായത് ഈ ചെകുത്താൻ ഈ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ കളിപ്പിച്ച ഒരു കളി എന്ന് പറയുന്നത് താൻ ജീവിക്കുന്നതേ ഇല്ല എന്ന് ലോകത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ ഈ എമ്പുരാനുമായിട്ട് കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു കാരണവുമുണ്ട്. കാരണം ഈ എമ്പുരാൻ സിനിമയുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് നാളുകളായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിയോ? ഇതിൻ്റെ പ്രധാന പ്രശ്നം ലൈക്കയാണോ? പൃഥ്വിരാജ് ആണെങ്കിൽ രാജമൗലിയുടെ പടത്തിന് ജോയിൻ ചെയ്യുന്നു. മോഹൻലാൽ ആണെങ്കിൽ സത്യനന്ദിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വത്തിലും മഹേഷ് നാരായണൻ ചിത്രത്തിലും ഒക്കെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ 2 ആഴ്ച പോലും ബാക്കിയില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് എമ്പുരാൻ വൈകുന്നത്, എപ്പോഴാണ് ഈ പ്രൊമോഷൻസ് ഒക്കെ ആരംഭിക്കാൻ പോകുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങളൊക്കെ ഉയർന്നു നിന്ന ഘട്ടത്തിലാണ് ആ ഗ്യാപ്പ് എടുത്തുകൊണ്ട് പൃഥ്വിരാജ് SSMB 29 എന്ന മഹേഷ് ബാബു രാജമൗലി ചിത്രത്തിൽ നിന്ന് ഷെഡ്യൂൾ ഗ്യാപ്പ്, ഒഡീഷയിൽ നടക്കുന്ന ആ ഷൂട്ടിൻ്റെ ഗ്യാപ്പിൽ നിന്നും തിരിച്ചു വരുന്ന ഉടനെ ഒരു പോസ്റ്റ് ഇടുകയാണ് വിത്ത് ഫുൾ കോൺഫിഡൻസ്. അതായത് എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റില്ല എന്ന് തന്നെയാണ് പൃഥ്വിരാജ് ഈ പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവരെയും വിഷമിപ്പിക്കുന്നില്ല, കൃത്യമായി തന്നെ എന്നാണോ റിലീസ് പറഞ്ഞത് മാർച്ച് 27 ആ ദിവസം തന്നെ എമ്പുരാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് പൃഥ്വിരാജിൻ്റെ ആ പോസ്റ്റിന് പിന്നിലുള്ള അർത്ഥം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കുറച്ച് നാളുകളായി അപ്ഡേറ്റ് ഒന്നും തന്നെ ലഭിക്കാതിരുന്നൊരു ഘട്ടത്തിൽ ട്രെയിലറിനെ പറ്റി ഒരു രീതിയിലുള്ള ധാരണയില്ല, അണിയറ പ്രവർത്തകർ ആരും തന്നെ ഇൻ്റർവ്യൂവിൽ വരുന്നില്ല. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അത് തന്നെയാണ്. അങ്ങനെ ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൃഥ്വിരാജും മോഹൻലാലും ഇറങ്ങുകയാണ് ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട്. പല നാളുകളായിട്ടുള്ള സംശയങ്ങൾക്ക് ഒരു അറുതി വരുത്തുകയാണ് എമ്പുരാൻ എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല ഒരു വലിയ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ MD റോയുമായും ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും നിൽക്കുന്ന ചിത്രവും കൂടി ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായി മാറി നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടിയാണ്. പക്ഷേ 1:30 പൃഥ്വിരാജ് ഈ പോസ്റ്റ് ഇട്ടെങ്കിൽ പോലും അപ്പോൾ ഉറക്കമൊളഞ്ഞിരുന്നവരൊക്കെ തന്നെ ഇതിൽ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും പൃഥ്വിരാജിൻ്റെ വക ഒരു ഗംഭീര ഫീസ്റ്റ്. നമ്മൾ നടൻ നന്ദുവായിട്ടുള്ള അഭിമുഖം എടുത്ത സമയത്തും നടൻ നന്ദു പറഞ്ഞിരുന്നത് പൃഥ്വിരാജ് അല്ലേ സർപ്രൈസ് ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. ആ സർപ്രൈസിൻ്റെ ഒരു ചെറിയ ഡോസ് മാത്രമാണ് പൃഥ്വിരാജ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം കൃത്യമായി തന്നെ ഈ പോസ്റ്റിന് പിന്നിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. ലൈക്കയുമായി തെറ്റിപ്പിരിക്കുകയാണോ ആശീർവാദ്, ലൈക്കയാണോ ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട റീസൺ ഈ ഒരു അപ്ഡേറ്റ് നൽകാത്തതിന് എന്നത് സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ വഴി വെച്ചിരുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് എമ്പുരാൻ പൊക്കൊണ്ടിരുന്നത്. ഒരുപാട് സമ്മർദ്ദങ്ങൾ എമ്പുരാന് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പോഴും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പല സംസ്ഥാനങ്ങളിലായി പ്രൊമോഷൻ നടക്കണം, 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രൊമോഷൻ. എന്തിനേറെ പറയണം, എമ്പുരാന് റിലീസിന് ഒരാഴ്ച മുമ്പ് തന്നെ ലൂസിഫർ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ലൂസിഫർ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താനുള്ളൊരു സാഹചര്യം. ഇതൊക്കെ ആയിരുന്നു ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന വാഗ്ദാനങ്ങൾ, പ്രൊമോഷൻ പരിപാടികളിൽ പലതും. പക്ഷേ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇനി ആകെ 2 ആഴ്ചയിൽ താഴെ മാത്രമാണ് സിനിമ റിലീസിന് ചെയ്യാനെത്തിയിരിക്കുന്നത്. 2 ആഴ്ച പോലും തികച്ചില്ല. ആ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഒരു പോസ്റ്റർ പോലും അല്ല പൃഥ്വിരാജ് പുറത്തുവിട്ടിരിക്കുന്നത്, ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ ഒരു ടെക്സ്റ്റ് എഴുതി വിട്ടിരിക്കുന്നു എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലൈക്കയുടെ പേരോ ബാക്കി ആശീർവാദിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കമ്പനിയുടെ പേരുകളൊന്നും തന്നെ ഈ പോസ്റ്ററിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കൃത്യമായി ലൈക്ക ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളുണ്ട് കേട്ടോ. ആ സംശയങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല. അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈക്കയാണോ ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ആ സംശയങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പൃഥ്വിരാജിന് ഇതൊരു പോസ്റ്ററാക്കി എടുക്കാമായിരുന്നല്ലോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ലൈക്ക ഇപ്പോഴും ഓൺ ബോർഡ് ആണോ, ലൈക്ക പിൻവാങ്ങിയോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കെ അക്കാരണങ്ങൾ ഒന്നും തന്നെ വ്യക്തത വരുത്താത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും കാത്തു നിന്ന് ആരാധകർക്ക് മുന്നിലേക്ക് ഒരു ചെറിയ ആശ്വാസം എന്ന രീതിയിലേക്ക് ഈ ഒരു ഫോട്ടോ മാറുകയാണ് എന്നുള്ളത് പറയേണ്ടി വരും. എന്നാൽ പോലും പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്തുകയാണ് എന്നുള്ള ഒരു കൃത്യമായ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 27 തന്നെ സിനിമ എത്തുമെന്ന് മനസ്സിലാക്കുന്നു. ഇനി അറിയേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കാം, ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരിക്കാം പോകുന്നത്, രാജ്യത്തിന് പുറത്ത് ദുബായിൽ ഉൾപ്പെടെ ഈ പ്രൊമോഷൻസ് സാധ്യതകൾ മലയാള സിനിമാ ലോകം തുറന്നിട്ട് കുറച്ച് നാളുകളായി. ആ സാധ്യതകൾ കണക്കിലെടുക്കുന്നുണ്ടോ, അതുമായിട്ട് മുന്നോട്ട് പോവുകയാണോ, ലൈക്ക ഇപ്പോഴും എമ്പുരാൻ്റെ ഭാഗമാണോ? ഇതുപോലത്തുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്.